Hi, hello, welcome back to Rank Bay. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ യൂട്യൂബ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിലൊരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യൂട്യൂബ് ത്രൂ ആ ഒരു വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ യൂട്യൂബ് ചാനലിനെ യൂട്യൂബ് ത്രൂ പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെ യൂട്യൂബ് ത്രൂ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ തന്നെ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ താഴെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം യൂട്യൂബ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബ്രൗസറിൽ പോയിട്ട് ads.google.com സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും പോവാം. ഇതിലിപ്പം സൈഡിൽ കാണാൻ പറ്റും സൈൻ ഇൻ, അതേപോലെ ഗസ്റ്റ് സ്റ്റാർട്ടർ എന്ന് കാണാൻ പറ്റും. ഇതിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെനിക്കിപ്പം ഓൾറെഡി കുറേ ആഡ് അക്കൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിലിപ്പം മുകളിൽ കാണാൻ പറ്റും ഗെർമോ കോൾസ്, ഗെർമോ വെബ്സൈറ്റ് സെയിൽസ് ഓർ സൈനപ്സ്, ഗെർമോ വിസിറ്റ്സ് യുവർ ഫിസിക്കൽ ലൊക്കേഷൻ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതിന് താഴെ ആർ യു എ പ്രൊഫഷണൽ മാർക്കറ്റർ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് ഇവിടെ ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അപ്പം ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്ക് ആയിരിക്കും പോവുക. ഇതിലിപ്പം ഓരോ ടൈപ്പ് ഓഫ് സെയിൽസ്, അതേപോലെ എന്തൊക്കെ ക്യാമ്പയിൻസ് ഓരോന്നും കാണിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഇതിൽ താഴത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് എ ക്യാമ്പയിൻ എന്ന് കാണാൻ പറ്റും ബ്ലൂ കളറിൽ തന്നെ. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ബില്ലിംഗ് കൺട്രി, അതേപോലെ ടൈം സോൺ, കറൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് മതിയാവും. ഇവിടെ ബില്ലിംഗ് കൺട്രി ഇന്ത്യ ഉണ്ട്, ടൈം സോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, എക്സ്പ്ലോർ യുവർ ക്യാമ്പയിൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ആഡാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ യൂട്യൂബ് ചാനലുമായിട്ട് ഇതൊന്ന് ലിങ്ക് ചെയ്യണം. ഈ ഒരു ആഡ് അക്കൗണ്ട് യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി മുകളിൽ കാണാൻ പറ്റും സെർച്ച്, റിപ്പോർട്ട്സ്, ടൂൾസ് ആൻഡ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഇതിൽ ടൂൾസ് ആൻഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റപ്പ് എന്ന് കാണാം. ഈ സെറ്റപ്പിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡ് അക്കൗണ്ട്സ് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെയാണ് നമ്മളെ ആപ്പും ഇതുമായിട്ടൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ കാണാൻ പറ്റും, യൂട്യൂബ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ആഡ് ചാനൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഒന്നെങ്കിൽ ലിങ്ക് URL നമുക്ക് ഇവിടുന്ന് പേസ്റ്റ് ചെയ്യാം. യൂട്യൂബിൽ പോയിട്ട് URL എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ചാനലിനെയും ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചാനലിനെയും സെർച്ച് ചെയ്ത് നോക്കുകയാണ്. യെസ്, വന്നിട്ടുണ്ട്. അപ്പം ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചാനൽ ഓണറാണ്. ഒന്നെങ്കിൽ നമ്മുടെ ചാനലാണെങ്കിൽ ഐ ഓൺ ദിസ് ചാനൽ കൊടുക്കാം, അല്ലെങ്കിൽ സംവൺ എൽസ് ഓൺ ദിസ് ചാനലാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഐ ഓൺ ദിസ് ചാനലാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗോ ടു യൂട്യൂബ് ക്ലിക്ക് ചെയ്യാം. അപ്പം ചാനലിൻ്റെ സ്റ്റുഡിയോ പേജിലേക്ക്, യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതിൽ നമ്മളെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ലിങ്ക് നെയിം, ലിങ്കിനൊരു പേര് കൊടുക്കാനാണ് പറയുന്നത്, എൻ്റെ ലിങ്ക് നെയിം. അപ്പം അവിടെ നമ്മൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം യൂട്യൂബ് ആഡ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ലിങ്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ലിങ്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം അൺലിങ്ക് കാണാമല്ലോ.
അപ്പം ഈ ഒരു അൺലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു ആഡ് അക്കൗണ്ടിന് അൺലിങ്ക് ചെയ്യുകയാണെങ്കിൽ അൺലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതുപോലെ ടൂൾസ് ആൻഡ് സെറ്റിങ്സിൽ വന്നിട്ട് യൂട്യൂബ് കയറിയിട്ട് അൺലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിങ്ക് ചെയ്യാനും പറ്റും. അപ്പം ഇത് ലിങ്ക്ഡ് ആണ്. ഇതിന് ശേഷം നമ്മളിനിപ്പം ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൽ ന്യൂ ക്യാമ്പയിൻ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിലിപ്പം ഒരുപാട് ക്യാമ്പയിൻ ടൈപ്പുകളുണ്ട്. നമുക്കിപ്പം ബ്രാൻഡ് അവയർനെസ് ഉണ്ട്, റീച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻ സെറ്റിങ്സുകളുണ്ട്. അപ്പം ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ കാണാൻ പറ്റും. നമുക്ക് അതാണ് വേണ്ടത്. യൂട്യൂബ് ആഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ട്, വീഡിയോ ഉണ്ട്. വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പം താഴോട്ട് വരികയാണെങ്കിൽ സെലക്ട് ക്യാമ്പയിൻ സബ് ടൈപ്പാണ് ചോദിച്ചുള്ളത്. അപ്പം ഇവിടെ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ്, കൺസിഡറേഷൻ, ഇതിലിപ്പം സ്കിപ്പബിൾ, അതേപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സ്, ഡിസ്കവറി ആഡ്സ്, ഇതൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഇൻഫ്ലുവൻസ്, കൺസിഡറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് വേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ ക്യാമ്പയിൻ നെയിം എന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മളെ ക്യാമ്പയിൻ ഒരു പേര് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു പേര് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം യൂട്യൂബ് വീഡിയോ എന്ന് ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു പേര് കൊടുക്കുകയാണ്. അതിനുശേഷം താഴോട്ട് പോവുകയാണെങ്കിൽ ബിഡിങ് സ്ട്രാറ്റജി ഉണ്ട്, മാക്സിമം CPV ആണ്, അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ബഡ്ജറ്റ് ആൻഡ് ഡേറ്റ്സ് കാണാൻ പറ്റും. ഇവിടേക്ക് പോവുകയാണെങ്കിൽ ക്യാമ്പയിൻ ടോട്ടൽ, അതേപോലെ ഡെയിലി, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പം ക്യാമ്പയിൻ ടോട്ടൽ ആണെങ്കിൽ നമുക്കിപ്പം നമ്മുടെ ഒരു ക്യാമ്പയിന് വേണ്ടി ടോട്ടലായിട്ട് ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പം 1000 ആണ് ക്യാമ്പയിൻ ടോട്ടൽ ക്ലിക്ക് ചെയ്തിട്ട് 1000 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം ക്യാമ്പയിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് പറയുന്നത് 1000, ആ ഒരു രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഡെയിലി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ദിവസവും എനിക്ക് ഇത്ര രൂപ ഓരോ ദിവസവും ക്യാമ്പയിന് വേണ്ടിയിട്ട് ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി കൊടുത്തതിന് ശേഷം അത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അത് കൊടുത്താൽ മതിയോ. ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ നെറ്റ്വർക്ക്സ് എന്ന് കാണാൻ പറ്റും. ഈ നെറ്റ്വർക്ക്സിലാണെങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എവിടേക്കാണ് ഇപ്പം യൂട്യൂബ് സെർച്ച് റിസർച്ചിലാണോ എവിടേക്കാണ് നമ്മൾ ആഡ്സ് കാണേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം യൂട്യൂബിൽ നമ്മൾ ചിലപ്പം സെർച്ച് ചെയ്യുമ്പം ആഡ്സ് കാണാറുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിൻ്റെ അകത്ത് ആഡ്സ് വരാറുണ്ട്. അതേപോലെ തന്നെ വീഡിയോ പാർട്ട്ണർ വന്ന ഡിസ്പ്ലേന്ന് പോകുക, അതായത് ഇവരുടെ പാർട്ട്ണർ ആയിട്ടുള്ള വേറെ പ്ലാറ്റ്ഫോംസിൽ ആഡുകൾ വരാറുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാനും വേണമെങ്കിൽ ഇതിലേതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് പോവാം. ഇതിന് ശേഷം കൊടുക്കുന്നത് ലൊക്കേഷൻസ് ആണ്. നമുക്ക് എവിടേക്കാണ് ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ ആഡ് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇന്ത്യ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ലൊക്കേഷൻ, ഇപ്പം കേരളയിലാണ് ആഡ് റൺ ചെയ്യണമെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് പോവുകയാണെങ്കിൽ ലാംഗ്വേജസ് ആണ്. ഇതിപ്പം ഓൾ ലാംഗ്വേജസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ലാംഗ്വേജസ് ഓൾ ലാംഗ്വേജസ് അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഇൻവെൻട്രി ടൈപ്സ് ആണ്. അതായത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആഡ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പം എന്താ പറയുക, എക്സ്പാൻഡഡ് ഇൻവെൻട്രി ഉണ്ട്. അതായത് ഷോയിങ് ആഡ്സ് ഓൺ സം സെൻസിറ്റീവ് കണ്ടൻറ്റ്, അത്തരം കണ്ടൻറ്റുകളിൽ ആഡ് കാണിക്കണോ. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻവെൻട്രി ഉണ്ട്, ഷോ ആഡ്സ് ഓൺ കണ്ടൻറ്റ് ദാറ്റ്സ് അപ്രോപ്രിയേറ്റ് ഫോർ മോസ്റ്റ് ബ്രാൻഡ്സ്. അതേപോലെ ലിമിറ്റഡ് ഇൻവെൻട്രി ഉണ്ട്. അപ്പം എവിടേക്കാണ് എങ്ങനത്തെ കണ്ടൻറ്റുകളിലാണ് നമ്മൾ ആഡ്സ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിലിപ്പം സ്റ്റാൻഡേർഡ് ഇൻവെൻട്രി ആണ് ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഞാനത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. അതിനുശേഷം താഴോട്ട് പോവുകയാണെങ്കിൽ എക്സ്ക്ലൂഡഡ് ടൈപ്സ് ആൻഡ് ലേബൽസ് ആണ്. നമുക്ക് എത്ര ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ, ചില ഇതിൽ കണ്ടൻറ്റുകളിൽ നിന്ന് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ക്രിയേറ്റ് യുവർ ആഡ് ഗ്രൂപ്പാണ്. നമ്മൾ ആഡ് ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കാം.
ആഡ് ഗ്രൂപ്പിനൊരു പേര് കൊടുത്തു. അതിനുശേഷം ഡെമോഗ്രാഫിക്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനത്തെ ജെൻഡർ, അതേപോലെ ഏജ്, പാരൻ്റൽ സ്റ്റാറ്റസ്, ഹൗസ് ഹോൾഡ് ഇൻകം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ഏജ് ഗ്രൂപ്പ് വെച്ച് വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് അറിയില്ലെങ്കിൽ non-65+, ഇതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പം ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മളെ ആഡ് കാണിക്കണം, അതേപോലെ തന്നെ ജെൻഡർ ആർക്കൊക്കെ ആഡ് കാണിക്കണം, ഫീമെയിൽസിനാണോ മെയിൽസിന് മാത്രം കാണിച്ചാൽ മതിയോ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പാരൻ്റൽ സ്റ്റാറ്റസ്, പാരൻ്റ് ആണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓഡിയൻസസ് ആണ്. അവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ഒന്നുകൂടി സെലക്ട് ചെയ്യാൻ പറ്റും. ഓഡിയൻസ് എങ്ങനത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ഷനാണ് വരുന്നത്. പാരൻ്റൽ സ്റ്റാറ്റസ് വെച്ചിട്ട്, അല്ലെങ്കിൽ വാട്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഏതൊക്കെ ഇപ്പം ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലാണോ, ബ്യൂട്ടി വെൽനസ്, അതൊക്കെ വെച്ച് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണിത്. അതേപോലെ തന്നെ നമുക്ക് കീവേഡ്സ് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് കീവേഡ്സ് ഏതൊക്കെയാണെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇന്ന കീവേഡ്സിലാണ് ആഡ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത്തരം സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആഡ് കാണിക്കുന്ന രീതിയിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ട്രാഫിക്കുള്ള കീവേഡ്സ് നമ്മൾ റിസർച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ടോപ്പിക്സ്, ഏതൊക്കെ ടോപ്പിക്സിലുള്ള, ഇപ്പം ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇല്ല ഏത് ടോപ്പിക്സിലാണ് നമ്മൾ ആഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയി ടാർഗറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ പ്ലേസ്മെൻറ്റ്സ്, ഇപ്പം നമുക്ക് ചില ചാനലുകളെ URLs കൊടുത്തിട്ട് ആ ചാനലിൽ മാത്രം നമ്മൾ ആഡ്സ് കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കരിക്ക് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം കരിക്കിൽ മാത്രം എൻ്റെ ആഡ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിലേതിലൊക്കെയാണ് ആഡ്സ് കാണിക്കേണ്ടത്. അപ്പോൾ ആ ചാനലിൻ്റെ URL നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പേര് വെച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതിയോ, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ വരുന്നത് ബിഡിങ് ആണ്. ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം CPV ബിഡ്. ഒരു ആഡിന് നമ്മൾ മാക്സിമം ഇത്ര രൂപ സ്പെൻഡ് ചെയ്യാം, അതിൽ കൂടുതലാണെങ്കിൽ ആഡ് റൺ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ബിഡിങ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വ്യൂവിന് മാക്സിമം ഇത്ര രൂപ എന്നുള്ള രീതിയിൽ, ഇപ്പം 1 രൂപ, ഇത് മാക്സിമം മിനിമം ആക്കാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം കാരണം ഇതൊരു എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ ആഡ് റൺ ചെയ്യൂല എന്നുള്ള രീതിയിലായിരിക്കും. അതിനുശേഷം നമ്മളെ വീഡിയോ ആഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ URL ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതിയോ. ഞാനൊരു വീഡിയോൻ്റെ ഒരു URL എടുക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ URL ആണ് എടുക്കുന്നത്. ആ URL ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ URL കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ വരില്ല, ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലിപ്പം നമുക്ക് എങ്ങനത്തെ ആഡ് വേണമെന്ന് ജസ്റ്റ് ആഡിൻ്റെ ഒരു ഫോമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്കിപ്പബിൾ ആണെങ്കിൽ സ്കിപ്പബിളായുള്ള ആഡ്സ് ആണ് വരേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്കവറി ആഡ്സ്, വീഡിയോ ഡിസ്കവറി ആഡ്സ് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ പ്രിവ്യൂ ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ഡിസ്കവറി ആഡ്സ് മതിയെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം നമുക്ക്. അപ്പം വീഡിയോ ഡിസ്കവറി ആഡ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കണം. ഓരോന്നിനും ഹെഡ്ലൈൻ, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ടു
അതേപോലെ ഡിസ്ക്രിപ്ഷൻ 2 എന്നുള്ളൊരു സെക്ഷൻ വരുന്നുണ്ട്, അതും കൊടുക്കുക. ഇതിൻ്റെ ക്യാരക്ടർ ലിമിറ്റ് സൈഡ് കാണിക്കുന്നുണ്ട് കേട്ടോ, ഏകദേശം അത്രേ വരാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ആഡിനൊരു പേരും കൊടുക്കാം. ശേഷം ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടിന്യൂ ടു ക്യാമ്പയിൻ ചെയ്താൽ മതിയാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പം ഇവിടെ ഒരു ഗ്രീൻ ഇത് ഓണായി കിടക്കുന്നത് കാണാം. ഇതിപ്പോൾ പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പോസ് ചെയ്യാനും പറ്റും. ഇനി വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ആണ്. അതായത് നമ്മൾ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സെക്ഷനാണ് ഈ ഒരു ആഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും നമ്മൾ ടൂൾസ് ആൻഡ് സെറ്റിങ്സ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബില്ലിങ്ങിൻ്റെ ഇവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ ബില്ലിംഗ് സെറ്റിങ്സ് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബില്ലിംഗ് കൺട്രി അതേപോലെ INR ഇതൊക്കെ ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തിനല്ലോ. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അതൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. UPI വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, BOPI. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് പ്ലേസ്മെൻറ്റ്സ് അതേപോലെ തന്നെ മാനുവൽ പ്ലേസ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഇതിലിപ്പം ഓട്ടോമാറ്റിക് പ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ എന്താ പറയുക കാർഡിൽ നിന്ന് എമൗണ്ട് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായി എമൗണ്ട് തീരുന്നതിനനുസരിച്ച് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം മാനുവലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളൊരു പേയ്മെൻറ്റ് എമൗണ്ട് എത്രയാണ് അത് ഇവിടെ ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി ടു ദ ഗൂഗിൾ ആഡ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എമൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം യൂട്യൂബ് ആഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ പോയി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.